ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ VSSയിൽ നിന്നുള്ള നിർണായക പരിശോധനാ ഫലം 2 ദിവസത്തിനുള്ളിൽ ലഭിക്കും. ശബരിമലയിലെ ഇത് യഥാർത്ഥ സ്വർണ്ണമാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിനാണ് ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. പരിശോധനാ ഫലം നെഗറ്റീവ് ആയാൽ സ്വർണ്ണക്കടത്ത് അന്വേഷണം വിദേശത്തേക്കും വ്യാപിപ്പിക്കും. വളരെ നിർണായകമായ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് VSSയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 2 ദിവസമാണ് ഇനിയുള്ളത്. ആ 2 ദിവസത്തിനുള്ളിൽ തന്നെ പരിശോധനാ ഫലം ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഈ ശാസ്ത്രീയ പരിശോധനയിൽ ശബരിമലയിലേത് യഥാർത്ഥ സ്വർണ്ണമാണ്, അതായത് SIT തൊണ്ടി മുതലായി ശേഖരിച്ചിട്ടുള്ള സ്വർണം, ആ സ്വർണം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. VSSയിൽ നിന്നുള്ള പരിശോധനാ ഫലം പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, വളരെ നിർണായകമായ പരിശോധനാ ഫലമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2 ദിവസമേ ഉള്ളൂ. ആ പരിശോധനാ ഫലത്തെ ആശ്രയിച്ചിരിക്കും ഇനിയുള്ള അന്വേഷണം എന്ന് പറയുന്നത്. അത് യഥാർത്ഥ സ്വർണ്ണമാണ് എങ്കിൽ ശരി, ഇനി അതല്ല എങ്കിൽ ഈ സ്വർണം എവിടേക്കൊക്കെ കടത്തിയിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ അന്വേഷണം പോകുന്ന ഒരു ഘട്ടം വരും. പറയൂ പ്രശാന്ത്. രാഖി, നിർണായകമായ പരിശോധനാ ഫലം 2 ദിവസത്തിനുള്ളിൽ പുറത്തുവരും. തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ് നിലവിൽ ഈ സ്വർണത്തിന്റെ ശാസ്ത്രീയ പരിശോധന നടക്കുന്നത്. അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്ത തൊണ്ടി മുതലുള്ള സ്വർണവും ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ സ്വർണവും യഥാർത്ഥ സ്വർണ്ണമാണോ എന്ന് തിരിച്ചറിയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധനാ ഫലം നൽകിയിരിക്കുന്നത്. അതായത് ഈ ടെസ്റ്റ് നൽകിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം തന്നെ നേരിട്ട് ശബരിമലയിൽ എത്തിയിരുന്നു. ശബരിമലയിൽ എത്തി സ്വർണ്ണപ്പാളികളിൽ നിന്ന്, അതായത് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ കട്ടിലപ്പാളികളിൽ നിന്നെല്ലാം സാമ്പിളുകൾ ശേഖരിച്ചു. ഈ സാമ്പിളും തൊണ്ടി മുതലായി കണ്ടെടുത്ത സാമ്പിളും ചേർന്നാണ് രാസപരിശോധന നടത്തുന്നത്. ആ രാസപരിശോധനാ ഫലത്തെ ആശ്രയിച്ചിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ, നിർണായക നീക്കങ്ങൾ എല്ലാം ഈ രാസപരിശോധനാ ഫലത്തെ ആശ്രയിച്ചിരിക്കും. 2 ദിവസത്തിനുള്ളിൽ ഫലം പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഈ മാസം 5-ാം തീയതിയോടുകൂടി തന്നെ രാസപരിശോധനയുടെ ഫലം പുറത്തുവരും. ഇതോടുകൂടി തന്നെ കേസിന് തന്നെ ഒരു വഴിത്തിരിവാകും, നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യും. നിലവിൽ വിദേശ ബന്ധം, അതായത് അന്താരാഷ്ട്ര തലത്തിലൊക്കെ സ്വർണം കടത്തിയെന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോപിക്കുന്നെങ്കിൽ പോലും അതൊരു കൃത്യത ഇതുവരെ വന്നിട്ടില്ല. മറ്റു സ്വർണ്ണങ്ങൾ കണ്ടെത്തിയിട്ടുമില്ല. കാരണം അവിടെ ശബരിമലയിൽ നിന്നും കട്ടെടുത്ത സ്വർണം ഇതുവരെ ബാക്കിയുള്ള സ്വർണം മുഴുവൻ സ്വർണവും കണ്ടെടുക്കാൻ ഈ അന്വേഷണ സംഘത്ത് കഴിഞ്ഞിട്ടുമില്ല. ഇത് വിദേശത്തേക്ക് കടത്തിയോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഉത്തരമായിരിക്കും ഈ വരുന്ന സ്വർണം കണ്ടെടുക്കുന്നത്. അതായത് ഈ രാസപരിശോധനാ ഫലത്തിന്റെ ഫലം എന്ന് പറയുന്നത്. അതിൽ നെഗറ്റീവായി കഴിഞ്ഞാൽ സ്വർണം മറ്റെവിടേക്കെങ്കിലും കടത്തി എന്ന നിലയിലേക്ക് അന്വേഷണ സംഘത്തിന് നിഗമനത്തിലെത്താൻ കഴിയും. എന്തായാലും അതിനുള്ള ഒരു കാത്തിരിപ്പിൽ കൂടിയാണ് അന്വേഷണ സംഘം എന്ന് പറയുന്നത്. എന്തായാലും മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അന്വേഷണ സംഘം ഉടൻ തന്നെ ഈ റിപ്പോർട്ടുകൾ കോടതിയെ സമീപിക്കും. കോടതിയുടെ ഭാഗത്ത് എന്ത് സമീപനം ഉണ്ടാകുമെന്നതും ഒരു നിർണായകമായിരിക്കും. അതായത് നിലവിൽ ഈ കേസിന്റെ അന്താരാഷ്ട്ര മാനങ്ങൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ രാജ്യാന്തര കള്ളക്കടത്ത് സംഘത്തിന് ബന്ധമുണ്ടാകാം എന്ന ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കേസ് CBIക്ക് വിടണമെന്നൊരു ആവശ്യം ഇപ്പോൾ ഹൈന്ദവ സംഘടനകളും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് CBIക്ക് വിടാനൊരു നിർദ്ദേശം ഹൈക്കോടതി നൽകുമോ എന്നൊരു കാര്യത്തിലും സംശയമുണ്ട്. അങ്ങനെ ഒരു നിർദ്ദേശം ഹൈക്കോടതി നൽകി കഴിഞ്ഞാൽ അതും പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാകുക. കാരണം കേസിലെ ഇതുവരെ ഇതൊന്നും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. ബാക്കിയുള്ള സ്വർണ്ണപ്പാളികൾ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അറസ്റ്റ് നടപടികളൊക്കെ പുരോഗമിക്കുന്നെങ്കിൽ പോലും ഇതിലെ ആരാണ് പ്രധാന പ്രതി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇങ്ങനൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ CBI അന്വേഷണം ഹൈക്കോടതി ഉത്തരവിടുകയാണെങ്കിൽ, നിർദ്ദേശം നൽകുകയാണെങ്കിൽ അതും വലിയ തിരിച്ചടി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചോളം ആയിത്തീരും. പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ CBI അന്വേഷണം എന്നൊരു നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വച്ചാൽ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറും. കാരണം കൊല്ലം വിജിലൻസ് കോടതിയൊക്കെ EDയുടെ വരവിനെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ, EDക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ കൈമാറണമെന്ന് പറഞ്ഞപ്പോഴേ ഒന്ന് വിറച്ചവരാണ്. എന്തായാലും പിന്നീട് ആ അന്വേഷണത്തിന് ഒന്ന് വേഗം വെച്ചു എന്ന് പറയും. കാരണം അതിനുശേഷം മാത്രമാണ് കടകംപള്ളി സുരേന്ദ്രനെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും വീണ്ടും ചോദ്യം ചെയ്യലുണ്ട് എന്ന് പറയുന്നു. അറസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ആ രീതിയിലേക്കൊക്കെ തന്നെ അന്വേഷണം പോകുമ്പോഴാണ് CBIയുടെ വരവിനെ കൂടി SIT ഭയപ്പെടുന്നത് എന്നതാണ്. എന്തായാലും ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്, ശരിയാണ്. എങ്കിൽ പോലും ഈ ഇടത് നേതാക്കളൊക്കെ അന്വേഷണ സംഘത്തിൽ കയറി പറ്റിയിട്ടുണ്ട് എന്ന സംശയം മുന്നിലുള്ളപ്പോഴാണ് ഇത്തരം ഒരു സാധ്യതകളൊക്കെ മുന്നിലുള്ളതല്ലേ?
രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തീർച്ചയായും രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നതായിട്ടുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. കാരണം അന്വേഷണത്തിന്റെ ചില ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്തൊന്നും അന്വേഷണം കാര്യക്ഷമമായി നടന്നില്ല എന്നൊരു ആരോപണം നിലനിൽക്കുന്നു. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് സമയത്ത് മാത്രമല്ല അറസ്റ്റിലേക്കൊന്നും കടന്നിട്ടില്ല. ഈ അറസ്റ്റിലേക്ക് കടക്കുക എന്ന് പറയുന്നത് നിലവിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടെല്ലാം അറസ്റ്റിലാകുന്നവരെല്ലാം CPM ബന്ധമുള്ളവരും CPM നേതാക്കളുമായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് കടന്നില്ല. അതായത് അങ്ങനെ ഏതെങ്കിലും ഒരു CPM നേതാവിനെ അറസ്റ്റ് ചെയ്താൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ അന്വേഷണ സംഘത്തിൽ നടത്തുന്നുണ്ടോ എന്നൊരു സംശയവും ഇപ്പോൾ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കൃത്യതയാർന്ന ഒരു അന്വേഷണം നടക്കണമെങ്കിൽ, പ്രതികളെ പിടിക്കണമെങ്കിൽ, അത് മാത്രമല്ല രാജ്യാന്തര കള്ളക്കടത്ത് സംഘത്തിന് ബന്ധമുണ്ട് എന്നൊരു ആരോപണം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് കൃത്യമായ രീതിയിൽ പ്രതികളെ കണ്ടെത്തുന്നതിനൊക്കെ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിച്ചെങ്കിൽ മാത്രമേ അതിലൊരു കൃത്യത ഉണ്ടാകൂ എന്നാണ് പൊതുവിലെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യം ശക്തമാകുന്നത്. അങ്ങനെ ഒരു CBI അന്വേഷണം വരികയാണെങ്കിൽ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചും അത് വലിയ തിരിച്ചടിയായിരിക്കും. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും. കാരണം അന്വേഷണ സംഘത്തിന്റെ പൊള്ളത്തരങ്ങളെല്ലാം പുറത്തു വരിക്കും ഒരു സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ CPM-ലെ തന്നെ ദൈവതുല്യമായ ആളുകൾക്ക് ബന്ധമുണ്ട് എന്ന് പത്മകുമാർ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ കേസ് അന്വേഷണത്തിന്റെ ഇത്രയും ഘട്ടം എത്തി നിൽക്കുമ്പോൾ 2.5 മാസം പിന്നിടുന്ന ഒരു സാഹചര്യത്തിൽ ഇതുവരെ ഈ ദൈവതുല്യതയിലേക്കൊന്നും കേസ് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും ഇനിയുള്ള തുടർ നീക്കങ്ങൾ നടക്കുന്നതെന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും CBI അന്വേഷണം ഉണ്ടാകാൻ CBI അന്വേഷണത്തിനുള്ള നിർദ്ദേശം നൽകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും കോടതിയിൽ ഈ എന്ത് പറയുമെന്നാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ സംഘവും ഉറ്റുനോക്കുന്നത് അത് തന്നെയാണ്. ഹൈക്കോടതി എന്ത് പറയും, CBI അന്വേഷണം ഉത്തരവിടുമോ എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഈ അന്വേഷണ സംഘവും ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരി പ്രശാന്ത്, എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ VSSയിൽ നിന്നുള്ള നിർണായക പരിശോധനാ ഫലം 2 ദിവസത്തിനുള്ളിൽ ലഭിക്കുമെന്നുള്ളതാണ്. ഈ തൊണ്ടി മുതലായ ആ സ്വർണം യഥാർത്ഥമാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. പരിശോധനാ ഫലം നെഗറ്റീവ് ആയാൽ സ്വർണ്ണക്കടത്ത് അന്വേഷണം വിദേശത്തേക്ക് വ്യാപിപ്പിക്കും എന്നുള്ളതാണ്.